സഹിതം സുരദ്രുമതലേ കഴിഞ്ഞേ മഹാമണ്ഡപേ മധ്യേ പുസ്തകമാസനെ മണിമയേ വീരാസനെ സംസ്ഥിതം അഗ്രേ വാചേതി പ്രഭഞ്ജനസുതേ തത്വം മുനിഭ്യപരം വ്യാഖ്യാന്തം ഭരതാദിപി പരിവൃതം രാമം ഭജേ ശ്യാമളം. ശ്രീരാമചന്ദ്ര പ്രഭോ പാഹി പാഹി. ആഞ്ജനേയ സ്വാമിക്ക് ജയ്. എവിടെ നിന്നാണ് ആപത്ത് വരുന്നത്, രക്ഷപ്പെടുവാനായി എവിടേക്കാണ് തിരിയേണ്ടതെന്നൊന്നും അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല പാവങ്ങൾക്ക്. മഹാപരാക്രമമായ നളനും നീലനും അങ്കദനും ഹനുമാനും തുടങ്ങിയവർ പോലും ഭയവിഹ്വലരായിപ്പോയി. മേഘനാഥൻ ലക്ഷ്മണന്റെയും സുഗ്രീവന്റെയും വിഭീഷണന്റെയും നേരെ അസ്ത്രങ്ങളയച്ചു. അവരുടെ ശരീരം മുറിപ്പെട്ടു. പക്ഷെ അവർ അതൊന്നും കൂസാതെ കടുത്ത വിദ്വേഷത്തോടുകൂടി യുദ്ധം ചെയ്തുകൊണ്ടേയിരുന്നു. ഇതിനിടയിൽ മേഘനാഥൻ രാമനുമായി യുദ്ധത്തിലേർപ്പെട്ടു. അദ്ദേഹം രാമന് നേരെ നാഗാസ്ത്രങ്ങൾ ഉപയോഗിച്ചു. ഇത് പ്രസിദ്ധമായ സർപ്പാസ്ത്രമായിരുന്നു. മനുഷ്യരൂപത്തിൽ വന്നിട്ടുള്ള പരമനടനായ രാമൻ ഖരനെയും ദൂഷണനെയും അവരുടെ സൈന്യ വ്യൂഹത്തെയും നശിപ്പിച്ച ആ മഹാവീരനായ രാമൻ നാഗാസ്ത്രം കൊണ്ട് ബന്ധിക്കപ്പെടുന്നതായി സ്വയം അനുവദിച്ചു കൊടുത്തു. ആ ദിവ്യായുധത്തെ വേണ്ട പോലെ ആദരിക്കുന്നതിനും അതിന്റെ ശക്തി പ്രദർശിപ്പിക്കുന്നതിനും സൗകര്യം കൊടുക്കുന്നതിനും തന്നെ ഉപദ്രവിക്കുന്നതിനും അനുവാദം നൽകി. ഇതൊന്നും നമ്മളെ കളിപ്പാട്ടിലില്ല കേട്ടോ. ഇത് അസാധാരണമായി തോന്നാം. പക്ഷെ ഉപാധികളോടും ഗുണങ്ങളോടും പരിമിതികളോടും കൂടി അവതരിപ്പിച്ചിട്ടുള്ള രാമന്റെ കഥയാണിത്. പറഞ്ഞില്ലേ, രാമായണങ്ങൾ പലതും കവിവര രാമോദമോട് പറഞ്ഞ് കേൾപ്പുണ്ട് ഞാൻ. സീതാദേവി പറഞ്ഞതുപോലെ ഓരോരോ കഥ ഓരോരാളുടെ ഭാവനക്കനുസരിച്ച് ഇങ്ങനെ വരുന്നതല്ലേ ഇതൊക്കെ. അതുകൊണ്ട് ചിന്ത, വാക്ക്, പ്രവൃത്തി ഇവക്ക് പരിമിതമായ ശക്തി മാത്രമുള്ളവർക്ക് ഈ സത്യം മനസ്സിലാക്കാൻ കഴിയുകയില്ല. രാമൻ നാഗാസ്ത്രം കൊണ്ട് കീഴടക്കപ്പെട്ടപ്പോൾ വാനരന്മാർ നിസ്സഹായരായി അസ്വസ്ഥരുമായി. മേഘനാഥൻ അമിതമായ ആനന്ദമുണ്ടായി. അസഭ്യമായ ശകാരങ്ങൾ വർഷിച്ചുകൊണ്ട് അവൻ വാനരന്മാർക്കിടയിലേക്ക് ഓടിച്ചെന്നു. ജാമ്പവാൻ അവനെ കണ്ടു. നീയോ ദുഷ്ടകീടമേ, നിൽക്ക് എന്ന് പറഞ്ഞു അരേ ജാമ്പവാൻ. അദ്ദേഹം ആക്രോശിച്ചു. മേഘനാഥൻ അദ്ദേഹത്തെ തട്ടി മാറ്റി ഇങ്ങനെ പറഞ്ഞു, മാറിപ്പോകും വൃദ്ധ. ശ്രദ്ധ അർഹിക്കാത്ത തരത്തിൽ അത്രയും വൃദ്ധനായിരുന്നത് കൊണ്ട് ഞാൻ നിന്നെ ഇതുവരെ അവഗണിച്ചതാണ്. അവരൊരു തൃശൂലം അദ്ദേഹത്തിന്റെ നേരെ എറിഞ്ഞു. ഭാഗ്യത്തിനത് അദ്ദേഹം പിടിച്ച് തിരിച്ച് മേഘനാഥന്റെ നേരെ തന്നെ എറിയുകയുണ്ടായി. ആ ശൂലം ശരിക്കും ഹൃദയത്തിലാണ് ചെന്നുകൊണ്ടത്. ലക്ഷ്യം അത്രയും പിഴക്കാത്തതും പ്രയോഗം ശക്തിയോട് കൂടിയതുമായിരുന്നു. കുറെ വട്ടം കറങ്ങിയ അയാൾ താഴെ വീണു. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു. അദ്ദേഹത്തിന്റെ കാലടികൾ കൂട്ടിപ്പിടിച്ച് അതിശീഘ്രഗതിയിൽ ചുഴറ്റി നിലത്തെറിഞ്ഞു. ഇനി പറയൂ, ഞാൻ വൃദ്ധനാണോ? എനിക്ക് യൗവനത്തിന് ശക്തിയുണ്ടോ? അല്ല, വാർദ്ധക്യത്തിന്റെ ദുർബലതയാണോ ഉള്ളത്? തീരുമാനിച്ചു, വേഗം പറയൂ. ജാമ്പവൻ മേഘനാഥനെ വെല്ലുവിളിച്ചു. മേഘനാഥൻ വളരെ വിഷമിച്ച് എഴുന്നേറ്റ് വേച്ചു നടന്നു. തലേ ദിവസം വീമ്പിളക്കിയ പ്രകാരം യുദ്ധം നയിക്കാൻ അന്ന് കഴിഞ്ഞില്ല അവന്. വിഡ്ഢ്യാസുരന് അച്ഛന്റെ മുമ്പിൽ ചെന്ന് മുഖം കാണിക്കാൻ അവൻ നാണിച്ചു. അവൻ നേരെ നികുംഭില എന്ന ആരാമത്തിലേക്കാണ് പോയത് കേട്ടോ. അവിടെ ഒരു യാഗം, ഒരു ഹോമം കഴിക്കാനുണ്ട് ഇപ്പൊ അവന്. വിഭീഷണന്റെ 4 അമാത്യന്മാർ അവർ ശത്രുനായകന്മാരുടെ നീക്കങ്ങളെ ശ്രദ്ധിക്കുകയായിരുന്നു. ഇതിനെപ്പറ്റി അറിയാനിടയായി. അവൻ ഈ വിവരം വിഭീഷണനെ അറിയിച്ചു. വിഭീഷണൻ രാമന്റെ സമീപം ചെന്ന് പറഞ്ഞു, സ്വാമി, ഞാൻ ഇപ്പോൾ ഒരു വർത്തമാനം കേട്ടു. മേഘനാഥൻ ദുഷ്ടശക്തികളെ പ്രസാദിപ്പിക്കാനുള്ള ദുഷ്ടയത്നം ചെയ്യാൻ പോകുകയാണ്. അവനത് പൂർത്തിയാക്കുകയാണെങ്കിൽ അവനെ പരാജയപ്പെടുത്തുവാൻ വളരെ പ്രയാസമായിരിക്കും. അതുകൊണ്ടത് തടയണം. അപ്പൊ രാമൻ ആലോചിച്ചു. അവിടുന്ന് ഹനുമാനെയും അങ്കദനെയും വരുത്തി പറഞ്ഞു, സഹോദരന്മാരെ പോകൂ, മേഘനാഥൻ ചെയ്യുന്ന യജ്ഞം മുടക്കും. അദ്ദേഹം ലക്ഷ്മണന്റെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, ലക്ഷ്മണ, നീ യുദ്ധക്കളത്തിൽ അവനെ തോൽപ്പിക്കണം. അവന്റെ അധർമ്മ പ്രവർത്തനങ്ങളെ കൊണ്ട് ദേവന്മാർ വളരെ ദുഃഖിക്കുന്നുണ്ട്. ഭഗവാൻ അറിയാം ലക്ഷ്മണന്റെ കൈ കൊണ്ടാണ് അവന്റെ അന്ത്യം എന്ന്. അദ്ദേഹം ഇത് പറഞ്ഞതേ 2 താമസം വിഭീഷണൻ, സുഗ്രീവൻ, ഹനുമാൻ ഈ മൂവരും വലിയ വാനര സൈന്യത്തോടുകൂടി ലക്ഷ്മണനെ സഹായിക്കാനായി അനുഗമിച്ചു. ലക്ഷ്മണൻ വില്ലും എന്നും നിറഞ്ഞു കാണുന്ന തൂണീരവുമായി തയ്യാറായി. രാമപാദങ്ങളെ പ്രണമിച്ച ശേഷം ഹൃദയത്തിൽ രാമനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് താവളത്തിൽ നിന്നും പുറത്തിറങ്ങി. അങ്കദൻ, നളൻ, നീലൻ തുടങ്ങിയ സൈന്യ നായകന്മാരും ഹനുമാനെ അനുഗമിച്ചു. അവർ നികുംഭുലാരാമത്തിലെത്തിയപ്പോൾ യജ്ഞം തുടങ്ങി കഴിഞ്ഞിരുന്നു. യജ്ഞാഗ്നിയിൽ പോത്തിന്മാംസവും രക്തവും ഹോമിക്കുകയായിരുന്നു അവർ അത് മുടക്കാൻ ശ്രമം ആരംഭിച്ചു. മേഘനാഥൻ യജ്ഞം നിർത്തിയില്ല. അദ്ദേഹം ദേവതകളെ പ്രസാദിപ്പിക്കാൻ ചൊല്ലിയിരുന്ന മന്ത്രങ്ങൾ അവർ അനുകരിച്ചു, കളിയാക്കി, ഉറക്കെ ചൊല്ലി. അതുകൊണ്ടൊന്നും പുരോഹിതന്മാർ കർമ്മം നിർത്തിയില്ല.
ക്രോധാവിഷ്ടരായ വാനരന്മാർ യജ്ഞസ്ഥലത്തേക്ക് പാഞ്ഞു കയറി മേഘനാഥന്റെ മുട്ടിക്ക് പിടിച്ച് നിലത്ത് വലിച്ചിട്ട് ചവിട്ടി. മേഘനാഥൻ ത്രിശൂലം കയ്യിലെടുത്ത് അവരുടെ മേൽ ചാടി വീണു. അംഗദനും ഹനുമാനും അവനെ ആക്രമിച്ചു. അവരെ മേഘനാഥൻ ശൂലം കൊണ്ടടിച്ചു. അതിശക്തിയുള്ള അടിയേറ്റ് രണ്ടുപേരും നിലത്ത് വീണു. ആര്? മേഘനാഥന്റെ അടി കൊണ്ട് ഇവര്, ഹനുമാനും അംഗദനും. അവരുടെ രക്ഷക്കായി ലക്ഷ്മണൻ ഓടിയെത്തി. ആ ഭയങ്കരമായ ത്രിശൂലം അദ്ദേഹം രണ്ടായി കണ്ടിച്ചു. അംഗദനും ഹനുമാനും പെട്ടെന്ന് ബോധം വന്നു. അവരുടെ സർവശക്തിയും ഉപയോഗിച്ച് മേഘനാഥനെ അടിച്ചു. എന്നിട്ടും രാക്ഷസൻ അസ്തവീര്യനായില്ല. ആഘാതത്തിന്റെ ഒരു ലക്ഷണവും ഒന്നുമില്ല. കൊതുകിനെ അടിച്ച പോലെ. മൃത്യുദേവനെ പോലെ ലക്ഷ്മണൻ അവന്റെ ശരീരത്തിൽ മാരകാസ്ത്രങ്ങൾ വർഷിച്ചു. ഓരോന്നും ഇടിവെട്ടും പോലെ അവനെ ആക്രമിച്ചു. അതുകൊണ്ട് ഇന്ദ്രജാലം ഉപയോഗിച്ച് മേഘനാഥൻ അദൃശ്യനായി. അവൻ അസാധാരണമായി പല രൂപങ്ങളും കൈക്കൊണ്ടു രക്ഷപ്പെട്ടു. ഒടുവിൽ ലക്ഷ്മണന്റെ ക്ഷമ നശിച്ചു. അദ്ദേഹം വില്ലിൽ പവിത്രങ്ങളായ അസ്ത്രങ്ങൾ തൊടുത്തു. അവയിൽ രാമന്റെ പ്രാബല്യവും ഗാംഭീര്യവും ആവാഹിച്ച് മേഘനാഥനെ അവൻ ഏത് രൂപത്തിലായാലും ലക്ഷ്യമാക്കി അയച്ചു. ആ അസ്ത്രം മേഘനാഥന്റെ ഹൃദയത്തിൽ തന്നെ തറച്ചു. അദ്ദേഹം മരിച്ചു വീണു. അവസാന നിമിഷത്തിൽ അവന്റെ ഹൃദയത്തിൽ രാമലക്ഷ്മണന്മാരുടെ രൂപം ഉണ്ടായിരുന്നത് കൊണ്ട് അംഗദനും ഹനുമാനും വിഭീഷണനും അദ്ദേഹത്തിന്റെ ധീരതയെയും അദ്ദേഹം മരിച്ച രീതിയെയും പുകഴ്ത്തുകയുണ്ടായി. ഹനുമാൻ മേഘനാഥന്റെ ജഡം ചുമലിൽ എടുത്തു കൊണ്ടുപോയി ലങ്കാനഗരത്തിന്റെ കവാടത്തിൽ കിടത്തി തിരിച്ചു പോകും. നീ അടക്കടക്ക് കേട്ടോ പറഞ്ഞു. ലക്ഷ്മണൻ രാമന്റെ അടുത്ത് നിന്ന് അദ്ദേഹത്തിന്റെ പാദങ്ങളെ നമസ്കരിച്ചു. അദ്ദേഹത്തിന്റെ വിജയത്തിൽ രാമൻ സന്തുഷ്ടനായി. നീ കുംഭിലാ ഉദ്യാനത്തിലുണ്ടായ സംഭവങ്ങളുടെ വിവരണം ശ്രദ്ധിച്ചു. ഇനിയിപ്പോ അച്ചമ്മ തോറും ഉണ്ടല്ലോ അവിടെ ഒരു ഹോമം കഴിക്കാൻ. രാമൻ അനുജന് വളരെ വാത്സല്യത്തോടെ ഓമനിച്ചു. വിഭീഷണൻ, ഹനുമാൻ, നളൻ, നീലൻ തുടങ്ങിയവരെ രാമൻ ആശ്ലേഷിച്ചു. അവരെ ദിവസ്പർശം കൊണ്ട് രോമാഞ്ചകഞ്ചുകിതരാക്കി. രാമസ്പർശനം അനുഭവിച്ചപ്പോൾ അവരെ ക്ലേശിപ്പിച്ചിരുന്ന വേദന ഉടൻ ഇല്ലാതായി. ശരീരത്തിലേറ്റ മുറിവുകൾ ഉണങ്ങി. രാമന്റെ സന്തുഷ്ടവദനം കണ്ട വാനരന്മാർ ആനന്ദ തുന്തിലരായി. രാമന്റെ കരുണാർദ്രമായ കടാക്ഷം വാനരന്മാർ പതിച്ചു. ഇതിനിടയിൽ മേഘനാഥന്റെ പത്നി സുലോചന ഭർത്തൃചരമത്തെ സംബന്ധിച്ച വാർത്ത തോഴിമാരിൽ നിന്നും അറിയാനിടയായി. ഇതുവരെ ഞാൻ വിശ്വസിച്ചിരുന്നത് ഈ നിസ്സാര കാര്യം മേഘനാഥനോ കുംഭകർണനോ നിർവഹിക്കാവുന്നതേ ഉള്ളൂ എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ അവരുടെ പരാക്രമത്തിന്റെ പരാജയം എന്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് ഞാൻ കാണുകയുണ്ടായി. വാനരന്മാരുടെ ആക്രമണങ്ങൾക്ക് ഇരയായി മേഘനാഥൻ എന്നതോർത്ത് ഞാൻ ലജ്ജിക്കുന്നു. വാനരന്മാരാൽ ഹനിക്കപ്പെട്ടവർക്ക് എങ്ങനെ വീരന്മാരാണെന്ന് അവകാശപ്പെടാൻ കഴിയും? സുലോചന നല്ല സ്ത്രീയാണ്. രാവണൻ സുലോചനെ സമാശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ബഹുമാന്യായ പുത്രപത്നി, ദുഃഖം ഉപേക്ഷിക്കൂ. സുലോചനയിൽ നിന്ന് കയറിപ്പിടിക്കാൻ പോയിട്ടാന്ന് തോന്നിവൻ. ഞാൻ പ്രതികാരം ചെയ്യും. 2 നാഴികൾക്കുള്ളിൽ ഞാൻ നിനക്ക് ആശ്വാസം വരുള്ളൂ. ഭർത്താവ്, നിനക്ക് പടക്കളത്തിൽ എന്റെ ഭയങ്കരമായ പരാക്രമം ദർശിക്കാം. നിന്റെ ഭർത്താവിന്റെ മരണത്തിന് കാരണക്കാരായവരുടെ ശിരസ് ഞാൻ പറിച്ചെടുത്ത് കൊണ്ടുവരുന്നുണ്ട്. നിനക്ക് തരാട്ട കളിക്കാൻ. നിസ്സംശയമായും ഇത് ചെയ്യും. ഇപ്രകാരം രാവണൻ സുലോചനയുടെ മുമ്പിൽ വെച്ച് വമ്പ് പറയുകയും പുലമ്പുകയും ചെയ്തു. ക്രോധം കൊണ്ട് ജ്വലിക്കുന്ന അദ്ദേഹത്തിന്റെ നില ആകെ തെറ്റിയിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് വിവേകിയും സൽഗുണവതിയുമായ സുലോചന പറഞ്ഞു, അല്ലയോ ദേശകണ്ഠ, അങ്ങേക്ക് ഈ യുദ്ധം ജയിക്കാമെന്ന ആശയുടെ കണ്ണീക പോലും വേണ്ട. അങ്ങനെ വല്ലതുണ്ടെങ്കിൽ അത് കളഞ്ഞേക്ക്. അങ്ങ് വ്യാമോഹത്തിന്റെ അഗാധമായ അന്ധകാരത്തിൽ ആണ്ടിരിക്കുകയാണ്. ഞാൻ ഇതുവരെ എന്റെ വെറുപ്പും നിരാശയും വിഴുങ്ങുകയായിരുന്നു. കാരണം ഭർത്തൃപിതാവിനെ എതിർക്കുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നി. ഈ കാര്യത്തിൽ അങ്ങയെ പറഞ്ഞു ബോധ്യപ്പെടുത്താനുള്ള ശ്രമവും നിഷ്പ്രയോജനമാണ്. ഈ രാജ്യത്തിലെ രാക്ഷസന്മാരുടെ മുഴുവൻ നാശത്തിനും കാരണമായിട്ടുള്ളത് അങ്ങയുടെ ക്രോധമാണ്. ഞാനിത് അങ്ങയോട് പറയട്ടെ. ഈ യുദ്ധം ജയിക്കുവാൻ അങ്ങേക്ക് സാധ്യമല്ല. അത് സത്യമാണ്. അവിതർക്കിതമായ സത്യം. സുലോചന ക്ഷണം എഴുന്നേറ്റ് വിലപിച്ചുകൊണ്ട് രാജ്ഞിയും മേഘനാഥന്റെ മാതാവുമായ മണ്ഡോദരിയുടെ മുറിയിലേക്ക് പോയി. അവൾ ഭർത്തൃമാതാവിന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ വിപത്തെല്ലാം വരുത്തിവെച്ചത് ഭവതിയുടെ ഭർത്താവ് മാത്രമാണ്, മറ്റാരുമല്ല. ഈ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അങ്ങേക്കും സാധ്യമല്ല. അത് ഇന്നോ നാളെയോ സംഭവിക്കുന്നതാണ്. അവളുടെ വ്രണിത ഹൃദയത്തിൽ നിന്നും പരുഷവും ക്രൂരവുമായ വാക്കുകളാണ് പുറപ്പെട്ടത്. രാവണന്റെ ദുരാഗ്രഹങ്ങളെയും ദുർവൃത്തികളുടെ നേരെയുള്ള ദുരഭിമാനത്തെയും പറ്റി ആലോചിച്ചപ്പോൾ അവൾക്കും മനോവേദന ഉണ്ടായി. സുലോചനയുടെ വാക്കുകളുടെ രൂക്ഷമായ സത്യാവസ്ഥ മനസ്സിലാക്കി അവർ വിലപിച്ചു. ആ 2 സ്ത്രീകളും വളരെ നേരത്തോളം നിശബ്ദരായിരുന്നു.
ഒടുവിൽ രാമന്റെ നന്മകളെയും വൈശിഷ്ട്യങ്ങളെയും സീതയുടെ ക്ഷമയെയും ചാരിത്രത്തെയും സംബന്ധിച്ചെല്ലാം അവർ അന്യോന്യം വിവരിച്ചു. ആ ദിവ്യപുരുഷന്റെ ഒരു ദർശനം ലഭിച്ചിരുന്നുവെങ്കിൽ ജീവിതം വിലയുള്ളതായി തീരുമായിരുന്നെന്ന് അവർ സ്വയം പറഞ്ഞു. ഭർത്തൃജന്മത്തിൽ വിഷമിക്കുന്ന സുലോചനയുടെ പ്രാണവേദന കണ്ടു നിൽക്കാൻ രാവണന് സാധിച്ചില്ല. ആരായത്? അവരുടെ വാക്കുകൾ കൂർത്തുമൂർത്ത ആണികൾ എന്ന പോലെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ തറച്ചു. ഉജ്ജ്വല പ്രതാപനും സ്നേഹസമ്പന്നനുമായ പുത്രന്റെ നഷ്ടത്തിൽ അദ്ദേഹം നിരാശയിൽ നിലത്ത് വീണ് തലതല്ലി കരഞ്ഞു. അവിടെ നിന്നും എഴുന്നേറ്റ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ക്ഷേത്രത്തിലുള്ള ശിവവിഗ്രഹത്തിന്റെ മുമ്പിൽ തന്റെ യാതനകളെല്ലാം വെളിപ്പെടുത്തി. മഹാദേവ, അങ്ങ് കാണുന്നില്ലേ, എന്റെ വംശം നശിച്ചുകൊണ്ടിരിക്കുന്നു, എന്റെ പൊന്നുമോനും പോയി, എന്റെ അനുജനും പോയി, എല്ലാവരും പോയില്ലേ, അങ്ങെന്താ ഇങ്ങനെ 3 കണ്ണുണ്ടായിട്ടും ഇതൊന്നും കാണുന്നില്ലെന്നൊക്കെയാണ് പറയുന്നത്. ഇതിനിടയിൽ രാവണന്റെ മന്ത്രിമാർ അവിടെ എത്തി. അല്ലയോ രാജാവേ, അങ്ങ് എന്തിനാണ് ഇങ്ങനെ വെറുതെ ദുഃഖിക്കുന്നത്? നമ്മൾ അമിതമായി സ്നേഹിക്കുന്ന പുത്രന്മാര്, ഭാര്യമാര് മുതലായവരെ തെല്ലിട കാർമേഘത്തിന്മേൽ പ്രകാശം വീശുന്ന മിന്നൽ പിണർ പോലെയാണ് കേട്ടോ. ഓഹോ, അവർ വരികയും പോവുകയും ചെയ്യും. ജീവിതം ഒരു മിന്നലാട്ടമാണ്, അത് നിലനിൽക്കില്ല, നമുക്ക് മാത്രം വെക്കണ്ടക്കാന്ന്. ഇത് പൂർണ്ണമായി മനസ്സിലാക്കി അങ്ങ് അജ്ഞതയിൽ ആണ്ടുകിടക്കുന്നതും അവരുടെ നഷ്ടത്തെ പറ്റി വിലപിക്കുന്നതും ശരിയല്ല. ഭാവി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യേണ്ട അവസരമാണ് ഇപ്പോൾ. നമ്മുടെ പടിക്കൽ നിന്നും ശത്രുക്കളെ തുരത്താനുള്ള തന്ത്രങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുക. പല വാദങ്ങൾ മുഖേന അവർ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാനും അടിയന്തര പ്രവർത്തനത്തെ അനുസ്മരിപ്പിക്കാനും ശ്രമിച്ചു. ഒടുവിൽ രാവണൻ അവന്റെ 20 കൈകളും കൂപ്പി ഭക്ത്യാദരങ്ങളുടെ ക്ഷേത്രത്തിൽ നമസ്കരിച്ചു. ഭൂമിയിൽ ഉപരിതല വിഭാഗത്തിൽ ഇപ്രകാരം നടന്നുകൊണ്ടിരിക്കുന്നപ്പോൾ അധോലോകത്തിൽ പാതാളത്തിൽ ജീവിക്കുന്ന അഹിരാവണൻ അവൻ വലിയ ദുഃഖഭാരം കൊണ്ട് വിഷമിക്കുകയാണെന്ന് അറിഞ്ഞു. അവൻ ചിന്തിച്ചു, ഇതെങ്ങനെ വന്നു? അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലും പിടിയിലുമാണ് ലോകങ്ങളെല്ലാം. ആർക്കും അദ്ദേഹത്തെ തോൽപ്പിക്കാൻ കഴിയുകയില്ല. അഹിരാവണന്റെ ഉപാസനാമൂർത്തി കാമതാദേവിയായിരുന്നു. അവൻ മറ്റാരെയും ആരാധിച്ചിരുന്നില്ല. ഉടനെ അവൻ ഇഷ്ടദേവതയെ ധ്യാനിച്ചു. ദേവി തന്റെ ഭക്തനെ ആ സമയത്ത് രാവണ സ്ഥിതി ചെയ്യുന്ന സ്ഥലം വെളിപ്പെടുത്തി കൊടുത്തു. അതുകൊണ്ട് ശിവക്ഷേത്രത്തിൽ വെച്ച് രാവണന്റെ മുമ്പാകെ ചെല്ലാൻ അഹിരാവണന് കഴിഞ്ഞു. അവൻ രാവണന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. അത് ചെയ്യുമ്പോൾ തന്റെ പേര് വെളിപ്പെടുത്തുകയും ചെയ്തു. രാവണന്റെ മറ്റൊരു മകനായിരുന്നു അഹിരാവണൻ. ഇനി കുറെ മക്കളുണ്ടാവില്ലേന്ന്. അച്ഛൻ ഇങ്ങനെ അധീരനായത് എന്താണെന്ന് മകൻ അന്വേഷിച്ചു. ശൂർപ്പണഖയുടെ മൂക്കും കാതും രാമലക്ഷ്മണന്മാർ അരിഞ്ഞതു മുതൽക്കുള്ള കഥകൾ രാവണൻ അവന് വിവരിച്ചു കൊടുത്തു. ഈ വിവരണം കേട്ടപ്പോൾ അഹിരാവണന് ദുഃഖം തോന്നി. അവൻ പറഞ്ഞു, ലോകത്തിൽ ധർമ്മമാർഗം എല്ലാവരും ആദരിക്കുന്നു. ആ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച ധാർമ്മിക പഥം അവലംബിക്കുമ്പോഴാണ് ഹൃദയത്തിൽ ഭയം കടന്നു വരുന്നത്. കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ യാതൊന്നും ശ്രദ്ധിക്കാതെ സംഭവിക്കാൻ സാധ്യതയുള്ളവയെ പറ്റിയും ഒന്നും ചിന്തിക്കാതെ അങ്ങ് ഈ ബുദ്ധിശൂന്യവും മാരകവുമായ യുദ്ധത്തിൽ ആമഗ്നനായിരിക്കുകയാണല്ലോ. ഇതിന്റെ ഫലമാ അങ്ങ് സ്വഗോത്രത്തെയും വംശത്തെയും നശിപ്പിച്ചിരിക്കുന്നു. മനുഷ്യന്റെ സുപ്താവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ശക്തിയെയും വീര്യത്തെയും അങ്ങ് അറിയുകയില്ല. അവരിൽ ഏറ്റവും വലിയവരെ അങ്ങ് ഏറ്റവും ചെറിയവരായി ഗണിച്ചിരിക്കുന്നു. എന്നാലും ഞാൻ അങ്ങയോട് ഇപ്പോൾ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞോട്ടെ? ഞാൻ രാമനെയും ലക്ഷ്മണനെയും പിടിച്ച് എന്റെ ഒപ്പം പാതാളത്തിൽ കൊണ്ടുപോവാട്ടാ. ഞാൻ അവരെ കാമതാദേവിക്ക് ബലി കൊടുക്കുകയും ചെയ്യും. അതുവഴി രാക്ഷസന്മാർക്ക് വമ്പിച്ച കീർത്തി ഉണ്ടാക്കുകയും ചെയ്യാട്ടോ. അച്ഛൻ പഠിക്കണ്ട. ഈ വാക്കുകൾ പറഞ്ഞ ശേഷം അവൻ രാവണന്റെ മുമ്പിൽ ദണ്ഡ നമസ്കാരം ചെയ്തു. കാമതാദേവിയെ വന്ദിച്ച അനന്തരം രാമന്റെ താവളത്തിലേക്ക് പ്രവേശിച്ചു. പ്രകൃത്യതീതമായ ശക്തി കൊണ്ട് അയാൾ എല്ലായിടത്തും അന്ധകാരം പരത്തി. ആർക്കും സ്വന്തം കൈത്തളം തന്നെ കാണാൻ കഴിഞ്ഞില്ല. അത്രക്ക് കട്ടിയായിരുന്നു ചുറ്റുമുള്ള അന്ധകാരം. വാനന്മാർ താവളത്തിൽ വളരെ ജാഗ്രത പാലിച്ചിരുന്നു. മരണം പോലും അവിടെ കടന്നവരാൻ ധൈര്യപ്പെട്ടിരുന്നില്ല. കാവൽക്കാരൻ ഹനുമാൻ തന്റെ വാലിന് നീളം കൂട്ടി. അതുകൊണ്ട് താവളം പലവട്ടം ചുറ്റിയൊടുവിൽ വാൽ ചുരുളുകൾ ഒന്നിന്റെ മേലെ ഒന്ന് എന്ന നിലയിൽ ഒരു വലിയ ഉയർന്ന മതിൽക്കെട്ടായി തന്നെ പരിണമിച്ചു. മലനിരയുടെ വലിപ്പവും ശക്തിയും ഉണ്ടായിരുന്നു അതിന്. ഈ അഭേദ്യമായ കോട്ടയുടെ ഏക പ്രവേശന മാർഗത്തിൽ ഹനുമാൻ ജാഗ്രത കാവലിരിക്കുകയും ചെയ്തു. ചുറ്റും മതിൽ, കുറെ വാതിലൊന്നുമില്ല. ആ വലിയ വാതിൽക്കാല് അദ്ദേഹം തന്നെ കാവലിരുന്നു. അഹിരാവണൻ ഈ വാൽക്കോട്ട കൊണ്ട് വല്ലാതെ ഭയപ്പെട്ടുപോയി. ഈ പ്രതിരോധം മറികടക്കാൻ ഒരു തന്ത്രവും അവന് തോന്നിയതുമില്ല. കൂട്ടുന്ന തന്നെ അവന്റെ ബുദ്ധിയിൽ ഒരാശയം ഉദിച്ചു. അവൻ വിഭീഷണന്റെ രൂപം തെറ്റി പ്രവേശനത്തിൽ അവൻ മാനിച്ചെന്ന് കണ്ടു.
അവൻ അദ്ദേഹത്തോട് പറഞ്ഞു, സ്നേഹിത, എനിക്ക് രാമസന്നിധിയിലേക്ക് പോകേണ്ടതുണ്ടല്ലോ. അവിടുത്തെ അംഗീകാരത്തോടെ ഞാൻ താവളത്തിന് പുറത്ത് പ്രാർത്ഥനയും സന്ധ്യാകർമ്മങ്ങളും ചെയ്യാൻ പോയതായിരുന്നു. കള്ളൻ, ഞാനതെല്ലാം ചെയ്തു കഴിഞ്ഞിരുന്നു. താമസം പിന്നെ മടങ്ങിച്ചെന്നില്ലെങ്കിൽ അവിടുത്തെ ആജ്ഞനുസരിച്ചില്ലെന്ന പാതകത്തിന് പാത്രമായി തീരൂല ഞാൻ. അതുകൊണ്ട് താവളത്തിൽ കടക്കാൻ എന്നെ അനുവദിക്കണം. വിഭീഷണിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ലാത്ത രൂപവും ശബ്ദവും കൊണ്ട് വിശ്വസിച്ച ഹനുമാൻ അവന് താവളത്തിൽ കടക്കാൻ അനുവദിച്ചു. പകൽ നടത്തിയ കടുത്ത പോരിന്റെ ഫലമായി തളർന്നുപോയ നളനും നീലനും സുഗ്രീവനും ഗാഠനിദ്രയിലായിരുന്നു. ലക്ഷ്മണന്റെ കൈ പിടിച്ചുകൊണ്ട് രാമനും ഉറങ്ങുകയായിരുന്നു. രാമനെ സമീപിക്കുന്ന കള്ള വിഭീഷണനെ അവിടുന്ന് അറിയാതെ ഇരുന്നില്ല. ലീലാ നാടകല്ലെല്ലാം ലീലയായ മാനവരൂപത്തിന്റെ ചട്ടക്കൂടിൽ അവതരിച്ചിരുന്നുവല്ലോ ഭഗവാൻ. രാക്ഷസ വംശത്തെ സമൂലം നശിപ്പിക്കുകയും അവരെ ഭൂമുഖത്തിന് തുടച്ചു മാറ്റുകയും ആയിരുന്നു അവതാരത്തിന്റെ ഉദ്ദേശം. രാവണന്റെ സന്താന പരമ്പരയിൽപ്പെട്ടവർ പാതാളത്തിൽ അവശേഷിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജോലി അപൂർണമായി തീരുകയും ചെയ്യുമല്ലോ. അതുകൊണ്ട് അഹിരാവണൻ ഉപയോഗിച്ച സൂത്രം താൻ അറിഞ്ഞിട്ടില്ലെന്ന് അവിടുന്ന് അഭിനയിച്ചു. മറ്റുള്ളവർക്ക് അവതാരത്തിന്റെ മാർഗങ്ങൾ മനസ്സിലാക്കാൻ കഴിയുകയില്ലല്ലോ. ഒരാളെ വകവരുത്തുകയാണെങ്കിൽ അത് എവിടെ വെച്ച് എപ്പോൾ ഏത് മാർഗത്തിൽ കൂടിയെന്നെല്ലാം രാമനറിയാം. തന്റെ സ്വന്തം രീതിയിലാണ് തന്റെ നാടകം അവിടുന്ന് അഭിനയിക്കുന്നത്. വേറെ ആരുമില്ല. ആ രാക്ഷസൻ മോഹന മന്ത്രം ഉച്ചരിച്ചു. ആരെ വേണമെങ്കിലും മോഹാത്സ്യപ്പെടുത്തുകയും ബോധരഹിതമാക്കുകയും ചെയ്യാനുള്ള ശക്തി ഈ മന്ത്രത്തിനുണ്ട്. ഇതിന്റെ ഫലമായി വാനരന്മാരുടെ നിദ്രക്ക് ശക്തി കൂടി. അനന്തരം രാമൻ രാമലക്ഷ്മണന്മാരെ ബന്ധിച്ചു പാതാളത്തിൽ കൊണ്ടുപോകും. കുറച്ചു കഴിഞ്ഞപ്പോൾ വാനരന്മാർ ഉണർന്നു. ചുറ്റും നോക്കിയപ്പോൾ രാമലക്ഷ്മണന്മാരെ കണ്ടില്ലല്ലോ. ഓ, പേടിച്ചുപോയി, ദുഃഖമായി സംഭ്രമിച്ചുപോയി. അവർ ഉറങ്ങിക്കിടന്ന സ്ഥലം ഒരു വലിയ കുഴിയായി മാറിയിരുന്നു. താവളം മുഴുവൻ വിലാപവും ഞരക്കങ്ങളും കൊണ്ട് നിറഞ്ഞു. ചന്ദ്രനില്ലാത്ത ആകാശം പോലെയും വെള്ളമില്ലാത്ത താമരമുട്ടുകളെ പോലെയും പരമ കഷ്ടാവസ്ഥയിലായി തീർന്നു വാനരന്മാര്. അവരെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതിനായി 4 പാടും അവർ അനേകം പേർ കടൽത്തീരത്തേക്ക് ഓടി. അനേകം കവികൾ താവളത്തിന്റെ അതിർത്തികളിൽ അന്വേഷണം നടത്തിയ ആർക്കും ഒരു തുമ്പം കിട്ടിയില്ല. വാനരന്മാർക്ക് പ്രതീക്ഷവും ധൈര്യവും നഷ്ടപ്പെട്ടു. ദുഃഖവും നിരാശയും അവരെ കീഴടക്കി. എല്ലാ രാക്ഷസ യോദ്ധാക്കളും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. രാവണൻ മാത്രമാണ് അവശേഷിച്ചത്. അദ്ദേഹത്തിന്റെ ദിവസവും അടുത്തു വരികയാണ്. ഈ ഘട്ടത്തിൽ ഈ ദൗർഭാഗ്യം വന്നു പെട്ടുപോയല്ലോ ഈശ്വര. വാനരന്മാർ അവരുടെ വിധിയെപ്പറ്റി ഈ രീതിയിൽ വിലപിച്ചു. വാനര രാജാവായ സുഗ്രീവൻ ബോധരഹിതനായി വീണു. വിഭീഷണൻ ഈ സംഭവത്തെപ്പറ്റി കേട്ടിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം സമുദ്രസ്നാനം ചെയ്ത് പ്രഭാത കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് നനഞ്ഞ വസ്ത്രങ്ങളുമായി വരികയായിരുന്നു. അപ്പോഴാണ് വാനരന്മാർ ഓടിച്ചെന്ന് രാമലക്ഷ്മണന്മാരെ താവളത്തിൽ കാണാനില്ലെന്ന വിവരം അദ്ദേഹത്തെ അറിയിച്ചു. ഒരു നിമിഷത്തേക്ക് വിഭീഷണൻ ശോകഗ്രസ്തനായി നിന്നു. രാക്ഷസന്മാർക്ക് അതീത ശക്തികൾ ഉപയോഗിച്ച് ചെയ്യാനാവുന്ന സൂത്രങ്ങളെ പറ്റിയെല്ലാം അറിയുന്നതുകൊണ്ട് അദ്ദേഹം ഈ സംഭവ ഘടന ശരിയായി ഊഹിച്ചു. വരൂ, നമുക്ക് താവളത്തിലേക്ക് പോവുക, അദ്ദേഹം അവരോട് പറഞ്ഞു. ഇത് അവരെ അല്പം ആശ്വസിപ്പിച്ചു. അദ്ദേഹം പ്രവേശന ദ്വാരത്തിൽ വെച്ച് ഹനുമാനുമായി സംസാരിച്ചു. അദ്ദേഹം അത്ഭുതപ്പെടുകയും ഞെട്ടുകയും ചെയ്തു. ഒന്നും അറിയത് ഇങ്ങനെ ഒന്ന് വരുമെന്ന് അറിഞ്ഞിട്ട് ഹനുമാൻ, എന്ത്, താങ്കൾ അല്പസമയത്ത് മുൻപ് ഈ കവാടത്തിൽ കൂടി താവളത്തിലേക്ക് പോയില്ലേ? താങ്കൾ എന്നോട് അനുവാദത്തിന് ആവശ്യപ്പെടുകയുണ്ടായല്ലോ. എന്താണ് സംഭവിച്ചെന്ന് വിഭീഷണന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അദ്ദേഹം വാനരന്മാരോട് പറഞ്ഞു, വാനരന്മാരെ ഉത്കണ്ഠപ്പെടേണ്ടാട്ടോ, അതിന്റെ ആവശ്യമില്ല. രാവണപുത്രൻ അഹിരാവണൻ ഇത്തരം കൗശല പ്രയോഗങ്ങളിൽ അതിവിദഗ്ധനാണ്. അവൻ പാതാളത്തിലാണ് താമസം. ഈ കുഴിയുടെ ആഴം കണക്കാക്കി നോക്കുമ്പോൾ അവനാണ് തന്റെ പ്രദേശമായ ധോലോകത്തിലേക്ക് രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയത്. എനിക്കതിൽ യാതൊരു സംശയവുമില്ല. കാരണം എന്റെ രൂപം മറ്റാർക്ക് സ്വീകരിക്കാൻ സാധ്യമല്ല. നിങ്ങൾ ആരും അധീരരാവേണ്ട. നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും ശക്തനായ ഒരാളങ്ങോട്ട് വേഗം പോകണം. അതായത് നമ്മുടെ ഹനുമാൻ തന്നെ അല്ലേ. വിഭീഷണൻ ചുറ്റും നോക്കി ഹനുമാനെ കണ്ടു. ഹനുമാൻ, അങ്ങയുടെ ശാരീരികവും മാനസികവുമായ ശക്തി ലോകം മുഴുവൻ അറിയുന്നതല്ലേ. ഉടനെ പാതാളത്തിലേക്ക് പോകൂ. കരുണാസാഗരങ്ങളായ രാമലക്ഷ്മണന്മാരെ തിരിച്ചു കൊണ്ടുവരൂ. പാതാളത്തിൽ അഹിരാവണന്റെ താമസ സ്ഥലത്ത് എത്തിച്ചേരാൻ ഉപയോഗിക്കേണ്ട മാർഗവും അദ്ദേഹം പറഞ്ഞു കൊടുത്തു. സുഗ്രീവനും അംഗദനും ജാംബവാനും ഹനുമാനും ആറോട് ചേർത്ത് പിടിച്ചു അനന്ത ബാഷ്പം പൊഴിച്ചു. തന്റെ രാജാവായ സുഗ്രീവനെ തൊഴുത് പാതാളത്തിലേക്ക് പോകേണ്ടത് അനുമതിക്കായി ഹനുമാൻ അപേക്ഷിച്ചു. യാത്ര പുറപ്പെടുമ്പോൾ അദ്ദേഹം വാനരന്മാരോട് പറഞ്ഞു, ഭയപ്പെടേണ്ടാട്ടോ, ദേശം പോലും ഉത്കണ്ഠപ്പെടുകയും വേണ്ട. എന്റെ ജീവൻ ഉപേക്ഷിക്കേണ്ടി വന്നാലും
രാമലക്ഷ്മണന്മാരെ തട്ടിക്കൊണ്ടുപോയവരെ നശിപ്പിക്കും. അധികം താമസിയാതെ തന്നെ രാമലക്ഷ്മണന്മാരോടുകൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചേരുന്നതാണ്, ഉറപ്പിച്ചുകൊള്ളുക. ഈ വാക്കുകളോടുകൂടിയും ജയ ജയ രാമ 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 എന്ന ഘോഷത്തോടുകൂടിയും ഹനുമാൻ യാത്ര തിരിച്ചു. അങ്ങനെ ഹനുമാൻ യാത്ര തിരിക്കട്ടെ, പോയിട്ട് രാവണനെ കൊല്ലട്ടെ, എന്നിട്ട് തിരിച്ചു വരട്ടെ. നമുക്ക് അതുവരെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള കുറച്ച് അവസരം ഉണ്ടാവട്ടെ. ഭഗവാനെ അനുഗ്രഹിക്കട്ടെ. മംഗളം കോസലേന്ദ്രായ മഹനീയ ഗുണാബ്ധയേ ചക്രവർത്തി തനൂജായ സാർവഭൗമായ മംഗളം. വേദവേദാന്തവേദ്യായ മേഘശ്യാമളമൂർത്തയേ പുംസാ മോഹനരൂപായ പുണ്യശ്ലോകായ മംഗളം.